കുറച്ച് ജെൻസി വിശേഷങ്ങളായാലോ? ഈ ജെൻസീസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ നാടൊക്കെ ഈ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ ഭരിക്കുന്നത് ഇവരുടെ കയ്യിൽ തന്നെയാണ്. ശരിക്കും ആരാണ് ഈ ജെൻസീസ്? 1997 മുതൽ 2012 കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ് നമ്മൾ ഈ പൊതുവെ ജെൻസീസ് എന്ന് പറയാറ്. ഇവരെന്ന് പറഞ്ഞ ഈ ഇന്റർനെറ്റ്, ഡിജിറ്റൽ മീഡിയ എന്നീ കാലഘട്ടത്തിലൊക്കെ ശരിക്കും ഒരു ഉണർവ് വരുത്തിയിട്ടുള്ളവർ തന്നെയാണ്. അല്ല, ഒന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ നാട്ടുകാരെന്നും നമുക്ക് വേണമെങ്കിൽ ഈ ജെൻസി ജനറേഷനെ വിശേഷിപ്പിക്കാം. ഇവർക്ക് എല്ലാ കാര്യത്തിലും ഇവരുടേതായ ഒരു ശൈലിയുണ്ട്. ഇമാജിനേഷൻ ചെയ്യുന്നതിലായിക്കോട്ടെ എല്ലാം ഒരു എസ്തെറ്റിക് വൈബായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രശ്നം വരുമ്പോഴാണെങ്കിൽ ഐ മാനേജ്, ചിൽ ബ്രോ എന്നൊക്കെയാണ് ഇവരുടേതായ ഒരു സ്റ്റാൻഡേർഡ്. എല്ലാ കാര്യം ഇവർ മീം വെച്ചിട്ട് റെഫറൻസ് ചെയ്യുന്ന ഒരു കൂട്ടർ തന്നെയാണ്. ഈ ജെൻസീസിന്റെ ലോകം എന്താന്ന് വെച്ചാൽ തന്നെ റീൽസ്, മ്യൂസിക്, സെൽഫ് ലവ്, ഫ്രണ്ട്സ് എന്നിങ്ങനെയുള്ളൊരു ഓറയിൽ തന്നെയാണ് ഇവരുടെ ഒരു ലൈഫ് പോലും പോകുന്നത്. നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നത് ഒരു സാധാരണ രീതിയിലാണെങ്കിൽ ഈ ജെൻസീസിന്റെ കാര്യം വരുമ്പോൾ അവർ ചിന്തിക്കുന്ന രീതിയിൽ പോലും ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു രീതി അവർ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. 16 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ഈ ജെൻസി ഏറെ നോക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പോലും അവരുടെ കണ്ണുകൾക്ക് പോലും ഒരു പുതിയ ലോകത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഇവരുടെ ഒരു വൈബേ വേറെ തന്നെയാണ്. അത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വൈബ് കൊണ്ടുവരിക, അതാണ് ഇവരുടെ മെയിൻ തിങ്. ലൈഫ് ഈസ് ഷോർട്ട്, വൈബ് ഈസ് ബിഗ്. ഇതാണ് ഇവരുടെ ജീവിത ശൈലി പോലും. ഈ തലമുറയുടെ പള്ളിയും സ്കൂളും കഫേയും ഡയറിയും എല്ലാം ഒരൊറ്റൊരിടമാണ് ഇൻസ്റ്റഗ്രാം. അതായത് റീൽസിലൂടെയും സ്റ്റോറിയിലൂടെയും മീംസിലൂടെയും അവർ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അതാണ് ഇവരുടെ മെയിൻ ജോലി എന്ന് വെച്ചാൽ തന്നെ. ഒരു കപ്പ് ചായ കുടിച്ചാലും പാട്ട് കേട്ടാലും അതിലൊരു എസ്തെറ്റിക് റീൽ ഉണ്ടാവും. കുറച്ച് ഫിൽറ്ററും ഇമോജിയും കൂടി ആയാലോ സിനിമ പോലും തോറ്റുപോകും. ഇതാണ് ഇവരുടെ ഓരോ കലാവിരുദം എന്ന് പറഞ്ഞാൽ തന്നെ. ജെൻസീസിന്റെ സംസാര ശൈലിയിൽ പോലും വളരെ വ്യത്യസ്തത നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്തെങ്കിലും എടുക്കട്ടെ ചോദിച്ചാൽ നമ്മൾ പറയും വേണ്ട, അല്ലെങ്കിൽ ഇപ്പോ വേണ്ട. എന്നാൽ ഇപ്പോൾ ജെൻസീസിന്റെ കാര്യത്തിലാണെങ്കിലും വൈബില്ല, അല്ലെങ്കിൽ ഇപ്പോ മൂടില്ല, പിന്നാവട്ടെ എന്നുള്ളതാണ് ഇവരുടെ ഉത്തരം. ഇവരുടെ കാര്യത്തിൽ സംസാരം വളരെ കുറവാണ്. മീൻസ് ആണ് ഇവരുടെ ഒരു കോൺവെർസേഷന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടൂൾ എന്താണെന്ന് വെച്ചാൽ തന്നെ ഇവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരൊരു ജെൻസിയാണ്. ബാഗി പാന്റ്, ലൂസ് ഷർട്ട്, ഫുൾ ഓവർ സൈസ്ഡ്, എസ്തെറ്റിക് മൂഡ് തന്നെ. അതുപോലെ തന്നെ ജെൻസിയുടെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞാൽ പോലെ അതൊരു ക്യൂട്ട് ആണെങ്കിൽ കാര്യത്തിന്റെ അത്ര വലിയ രസമൊന്നും ഇല്ല. പണ്ടൊക്കെ ഒരാൾ ഇഷ്ടം തുറന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെയായിരുന്നു പറയുന്നത്. എന്നാൽ ഇവരുടെ കാര്യത്തിലോ കോൾ ജോയിൻ ചെയ്യാം, ഫുഡ് ഷെയർ ചെയ്യാമോ, ഇതൊക്കെയാണ് ഇവരുടെ ഒരു ലവ് ലാംഗ്വേജ് പോലും. സങ്കടം വന്ന ഡയറി ഒന്നും എഴുതത്തില്ല, പകരം സ്പോട്ടിഫൈയിൽ പോവുക, ഒരു പാട്ടിടുക, സ്ലോ മോഷൻ വീഡിയോ, ഒരു റീൽ അങ്ങോട്ട് ഇറക്കുക. ലൈഫ് ഈസ് എ മൂവി ബ്രോ. ഇതാണ് ഇവരുടെ കോൺസെപ്റ്റ് തന്നെ. രണ്ടുപേരും തമ്മിൽ റിലേഷനിലാവുമ്പോൾ നമ്മൾ പറയാം ഒന്നെങ്കിൽ അവർ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അവിഹിതം. നോട്ട് ദ പോയിന്റ്, അവിഹിതം. പക്ഷെ ഈ ജെൻസി കിഡിന്റെ കാര്യത്തിൽ വരുമ്പോ ഇതൊന്നും അല്ല, നമുക്കൊന്നും അറിയാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒറ്റയടിക്ക് എന്തായാലും പറഞ്ഞു പോകുന്നില്ല, ഓരോന്നോരോന്നായിട്ട് തന്നെ പറയാം. സിറ്റുവേഷൻഷിപ്പ് ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കും, പക്ഷെ ഒഫീഷ്യലി ഒന്നുമില്ല. കോൾ ചെയ്യും, ഡീപ്പ് ടോക്ക് ആയിരിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ പ്രപ്പോസൽ സീൻ മാത്രം പെൻഡിങ് ആയിരിക്കും. ടോക്കിംഗ് സ്റ്റേജ് ഒന്നും ഫിക്സ് ആയിട്ടൊന്നുമില്ല, പക്ഷെ സംസാരിക്കുന്നത് ഭയങ്കര ക്യൂട്ടാണ്. ഗുഡ് നൈറ്റ് മെസ്സേജിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. സ്നീക്കി ലിങ്ക് ഭയങ്കര സീക്രട്ട് റിലേഷൻഷിപ്പ് ആണ്. ഫ്രണ്ട്സോ ആരെങ്കിലും ചോദിച്ചാൽ ജസ്റ്റ് ഫ്രണ്ട് ബ്രോ, അത്രേ ഉള്ളൂ. അതാണ് ഇവരുടെ റിലേഷന്റെ ഒരു പ്രത്യേകത. കംഫർട്ട് പേഴ്സൺ, അതായത് ലവ് ആണോ വെച്ചാൽ ലവ് അല്ല, ഫ്രണ്ട് ആണോ എന്ന് വെച്ചാൽ ഫ്രണ്ടും അല്ല. ബെസ്റ്റി പ്ലസ് ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ദ ഹഗ് മീൻസ് എ ലോട്ട്, ഡീപ്പ് ഐ കണക്ഷൻ ആയിരിക്കും, പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒന്നുമില്ല കേട്ടോ. കൂടാതെ ദലലു കപ്പിൾ, അവർക്ക് രണ്ടുപേർക്കും അറിയാം അവർ തമ്മിൽ കപ്പിൾസ് അല്ല. പക്ഷേ ഈ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ റൊമാൻറ്റിക് സീൻസ് അത് ഈ ലെവലിൽ തന്നെയാണ്. റിയൽ ടൈം റിലേഷൻഷിപ്പ്, പരസ്പരം റിലേഷൻ ഒന്നുമില്ല, പക്ഷെ എല്ലാ റീൽസും 24/7 അയക്കേണ്ട പോലെ അയച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എത്രയെത്ര പേരുകൾ പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട് കേട്ടോ ലിസ്റ്റ്. ഈ കൂട്ടര് ഭയങ്കര വൈബും കാര്യത്തിലൊക്കെ സെറ്റാണ്. എന്നാൽ ഈ കൂട്ടർക്ക് കുറച്ച് പോരായ്മകളുണ്ട്. ഈ ജെൻസീസിന്റെ കാര്യം പറഞ്ഞാൽ അവരുടെ ലോകം തന്നെ ഫോണാണ്. ഡിജിറ്റലി അവരെപ്പോഴും ഭയങ്കര അവെയർ ആയിരിക്കും, അതിലെപ്പോഴും അവർ എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിയാലിറ്റി അല്ലെങ്കിൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞൊരു വേൾഡിൽ ഇവരുടെ പേഷ്യൻസ് ഭയങ്കര
ഭയങ്കര കുറവായിരിക്കും കേട്ടോ. വെയിറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇവരുടെ ഡിക്ഷണറി ഇല്ലേ ഇല്ല. ഒരു റീല് 15 സെക്കൻഡ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവർക്ക് മറ്റൊരു കാര്യത്തിൽ കാത്തിരിക്കുക അല്ലെങ്കിൽ ആ ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജെൻസീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ അപ്പ് ആണ്. അതുകൊണ്ട് അവര് പിന്നീട് എന്നൊരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കുന്ന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ഓവർ തിങ്കിങ് ഇഷ്യൂസ് ഭയങ്കര ഹൈ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവരുടെ ലൈഫ് ഇവർ എപ്പോഴും ഈ സോഷ്യൽ മീഡിയ ലൈഫുമായിട്ട് ഭയങ്കര കമ്പയർ ചെയ്യുന്ന കൂട്ടരാണ്. സോഷ്യൽ മീഡിയ ലൈഫിനെ അവരുടെ ലൈഫുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് ആവശ്യമില്ലാണ്ട് ഡിപ്രഷൻ അടിക്കുന്ന ഒരു കൂട്ടരും ഈ കൂട്ടത്തിലുണ്ട്. ഇവർ അറ്റാച്ച്മെന്റിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര മിടുക്കരാണ്. ഇവർ ഭയങ്കരമായിട്ട് 24/7 റീൽസ് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ വൺസ് ഇവർക്ക് ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ കാര്യം എന്താന്ന് പോലും അറിയാതെ മേ ബി അവർ ആ എഫേർട്ട് ഇടൽ സ്റ്റോപ്പ് ചെയ്യും. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അതുകൊണ്ട് ഇവരുടെ ഒരു കാര്യം പറയണമെങ്കിൽ ഇവർ മൾട്ടി ടാസ്കിങ്ങിൽ ഭയങ്കര മിടുക്കരായിട്ടുള്ള ഒരു കൂട്ടർ തന്നെയാണ്. ഇൻ സീസൺ അങ്ങനെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യവുമില്ല. കൃത്യമായി ഗൈഡൻസും കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് ജനറേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ജെൻസീസ് ഒട്ടും ലൈഫിൽ സീരിയസ് അല്ല എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഈ കൂട്ടര് ഭയങ്കര സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇവർ പ്രൈവസി അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സോഷ്യൽ അവയർനെസ് എന്നീ കാര്യങ്ങളെ കുറിച്ച് അവരുടെ ഇടയിലും പലപ്പോഴും ചർച്ചയാവാറുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജെൻസീസ് ആകെ മൊത്തത്തിൽ ഒരു സീരിയസ്നെസ് ഇല്ലാത്തൊരു ജനറേഷൻ ആണെന്ന് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി പറയാൻ സാധിക്കില്ല. എന്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഈ ജെൻസി യുവാക്കൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊരിക്കലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല ഫീൽഡിലും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായ ബോധ്യമുള്ളവർ തന്നെയാണ് ജെൻസീസ്. പഴയ തലമുറയ്ക്ക് ഒരു ഫ്ലൈറ്റ് ക്യാമറയായി തോന്നിയ ഡ്രോൺസ് ജെൻസി തലമുറയുടെ കയ്യിൽ ഒരു റെസ്ക്യൂ ടൂളായി മാറി. ഉയരത്തിൽ നിന്ന് മാപ്പ് ചെയ്യൽ, പ്രതിരോധ പ്രദേശങ്ങളിൽ സർവൈവേഴ്സ് എത്തിക്കൽ, സപ്ലൈ ചെയ്യൽ എന്നിവയെല്ലാം കൃത്യമായ സ്കില്ലോടുകൂടി ചെയ്തത് അത് ജെൻസീസ് തന്നെയാണ്. ഇതെല്ലാം തന്നെ ജെൻസീസിന്റെ ടെക് സ്കില്ല് കൊണ്ടാണ് നേരത്തെ തന്നെ നടന്നിരുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുമോ നോക്കാം, ജോലിക്ക് വേണ്ടി തേടാം എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ജെൻസീസിന്റെ കാര്യത്തിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് അവരൊരിക്കലും നല്ല ജോലി കിട്ടുമോ നോക്കാം എന്നും പറഞ്ഞു വേണ്ടി മാത്രം അവരുടെ ലൈഫിനെ മാറ്റി വെച്ച് നോക്കിയിരിക്കുന്നത്. ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ്, ടാലന്റ് ഉണ്ടെങ്കിലും ബിസിനസ്, പാഷൻ ആണെങ്കിലും നല്ലൊരു ബ്രാൻഡ് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ജെൻസി പിള്ളേർ. ഫുഡ് സ്റ്റാർട്ടപ്സ്, ക്ലോത്തിങ് ബ്രാൻഡ്സ് എന്നിങ്ങനെ പലതായി അവരുടെ ഹോബീസ് പോലും അവരുടെ ഒരു ഇൻകം സോഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവർ റിസ്കിനെ ഭയക്കാത്ത കൂട്ടരാണ്. അതായത് ഫെയിൽ ആയോ, ഓക്കെ പഠിച്ചിട്ട് വീണ്ടും തുടങ്ങാം. അത് തന്നെയാണ് ഈ ജെൻസീസിന്റെ പവർ എന്ന് വെച്ചാൽ പോലും. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും സ്വന്തം മണി മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഈ ജെൻസീസിന്റെ കാര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും റൂൾസ് കേൾക്കും, എന്നാൽ പോലും അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ആൻസർ ആയിട്ടുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അവർക്കൊണ്ട് എന്ത് പറ്റും എന്നതിനുള്ള ആൻസർ അവരുടെ കയ്യിലുണ്ട്. പുറത്ത് കൂൾ ലുക്ക്, കയ്യിൽ ഫോണ്, ഭയങ്കര കോൺഫിഡൻസ് ഇതൊക്കെയാണ് കാണുന്നെങ്കിലും ഉള്ളിലുണ്ട് അവരുടെ ഹ്യൂമാനിറ്റി ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഈ ജെൻസി എന്ന് പറയുന്നത് ഒരു ജനറേഷൻ മാത്രമല്ല, ഇതൊരു കൾച്ചർ കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എഐകളിലൂടെ ആണെങ്കിലും മീമുകളിലൂടെ ആണെങ്കിലും ഓരോ വലിയ കാര്യങ്ങളെയും തമാശ രൂപത്തിലേക്ക് സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയും അതേസമയം തന്നെ സൊസൈറ്റിക്ക് അവയർനെസ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുകയും അത് അവരുടെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് പറയാം. ലൈഫ് ഹാർഡ് ആണെങ്കിലും വൈബ് മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് ഇവരുടെ ഒരു മന്ത്രം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഒരിക്കൽ ജെൻസി ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു ലോകമാക്കി മാറ്റിയ ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇതേ ആളുകൾ തന്നെ മാറ്റി പറയുന്ന സാഹചര്യത്തിലേക്കാണ് ജെൻസീസ് തന്നെ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ജെൻസി ഈസ് നോട്ട് ജസ്റ്റ് എ വൈബ്, ജെൻസി ഈസ് എ ഫോഴ്സ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ജെൻസി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.